അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇപ്പം അബ്ദുൽ ഗഫൂറിന് മനസ്സിലായല്ലോ, ഇബ്നു കസീർ, ഖുർത്തുബി, ഇമാം നവവി എന്നൊക്കെ പറയുന്ന പേര് കൊണ്ട് ഇമാമിങ്ങളാന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. പേര് കൊണ്ട് അവർ ഇമാമിങ്ങളാന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. അവർക്ക് ആയത്തുകൾ പലതും അറിയില്ല ഗഫൂറെ. അവർക്ക് അള്ളാന്റെ ഖുർആനിലുള്ള ആയത്ത് ഇബ്നു കസീറിന് അറിയില്ല എന്ന് CK പറഞ്ഞാൽ ഞെട്ടിപ്പോണ്ട സംഭവം അതാണ്. കാരണം എന്താണ്, ഈ ആയത്ത് ഓതിയിട്ട് റസൂലിന്റെ കവറും പുറത്തു പോകണമെന്ന് ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആയത്ത് ഇബ്നു കസീറിന് അറിയില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും, നാളെ കാണാം. വീഴാൻ പോകുമ്പോ ഉപ്പ ഉമ്മ എന്നൊന്നല്ല വിളിക്കേണ്ടി, അള്ളാനെയാ വിളിക്കേണ്ടി. വീഴാൻ പോകുമ്പോ ഇങ്ങള് ഗൾഫിലാ, ഉമ്മ നാട്ടിലാ. ആടുന്ന് പോവാൻ പോകുമ്പോ ഉമ്മാന്ന് വിളിച്ചാ പിന്നെ മുശ്രിക്കാ. നിങ്ങള് ഗൾഫിലാണ്, ഉമ്മ നാട്ടിലാണ്. പോവാൻ പോകും ഉമ്മ കാക്കണ എന്ന് പറഞ്ഞാൽ മുശ്രിക്കാണ്. അതിന്റെ മുസ്ലിം അധികം പോവാൻ പോകും വൈദീശ്യങ്ങളെ കാക്കണെന്ന് പറഞ്ഞ മുശ്രിക്കല്ലേ. ആടെ ഉമ്മയും ബാപ്പയും വൈദീശ്യങ്ങളും എല്ലാം കണക്കാ. ആടെ പോവാൻ പോകുമ്പോ റസൂലിനെ വിളിച്ചു നോക്കി നിങ്ങള്, മുശ്രിക്കല്ലേ. മുസ്ലിയാറെ മക്തൂമി, ARS മക്തൂമി, ഇബ്നു കസീർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് വിഡ്ഢിത്താണ്. ഇബ്നു കസീർ ലോകത്ത് തെറ്റ് ചെയ്ത മുസ്ലിങ്ങളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവറും പുറത്ത് പോയിട്ട് പാപമോചനം തേടിയാലേ അള്ളാഹു പുറത്തു തരികയുള്ളൂ എന്ന് ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്. ആ പൊട്ടത്തര, അയാളുടെ വിവരക്കുറവാണ്. അദ്ദേഹത്തിന് ആയത്ത് എന്താണെന്ന് അറിഞ്ഞൂടാ. താങ്കളുടെ ഉപ്പാപ്പമാറും ഉമ്മാമ്മമാറും താങ്കളുടെ കുടുംബത്തിൽ മക്തൂമി എത്ര എണ്ണം മരിച്ചു വെക്ക്? താങ്കളുടെ തറവാട്ടിൽ എത്ര എണ്ണം മരിച്ചിട്ടുണ്ട്? ഒന്ന് എണ്ണി നോക്ക്. എത്ര ആള് റസൂലിന്റെ കവറും പറിച്ചു പോയിട്ട് പാപമോചനം തേടിക്ക് മുസ്ലിയാറെ? കയ്യോ? ലോകത്തുള്ള മുസ്ലിങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവറും പറിച്ചു പോയിട്ട് പാപമോചനം തേടാൻ കഴിയോ മുസ്ലിങ്ങൾക്കൊക്കെ? തെമ്മാടിത്തരം പറയല്ല മുസ്ലിയാറെ. ഇസ്ലാമിന്റെ പേരിൽ ഖുർആൻ ഓതിയിട്ട് ഇബ്നു കസീർ എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞിട്ട് അത് പേറേണ്ടവരല്ല മുസ്ലിങ്ങൾ, മനസ്സിലായിക്കോ. 851 ഏതാ പണ്ഡിതന്മാർ ഒന്ന് പറഞ്ഞാട്ടെ. ഇമാം നവവിയ റസൂലിന്റെ കവറും പുറത്തു പോയിട്ട് പാവമോചനം തേടിയാൽ ആ മുസ്ലിം ആവൂ, രക്ഷപ്പെടൂ എന്ന് പറയുന്ന ഇമാം നവവിയാണോ പണ്ഡിതൻ? ആണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒളു എടുത്തിട്ട് ഭാര്യനെ തൊട്ടാൽ ഒളു മുറിയില്ല എന്ന് പഠിപ്പിച്ചിരുക, അത് ഒളു മുറിയും എന്ന് പറയുന്ന ഷാഫിയാണോ പണ്ഡിതൻ? ഒന്ന് പറ മുസ്ലിയാറെ, ആരെയാ പണ്ഡിതനായിട്ട് താങ്കൾ അംഗീകരിക്കുന്നത്? ഒന്ന് പറഞ്ഞാട്ടെ. അതാ ഇബ്നു കസീർ എന്താ ഓതിയിട്ട് പറഞ്ഞത്? വലോ അന്നവും ഇല്ലലമു എന്ന ആയത്ത് ഓതിയിട്ട് ഇബ്നു കസീർ എന്താ പറഞ്ഞത്? മുസ്ലിയാറെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. 851 കമറു ഇമാമിങ്ങളെ പേര് പറഞ്ഞ് പേടിപ്പിക്കരുത്. ഞാൻ കമറോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ തൊബറാനി മറ്റേ കബറാനി എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൊണ്ടുവന്ന് പേടിപ്പിക്കരുത്. അള്ളാഹു റസൂല് വിരോധിച്ച ഒരു കാര്യം ആര് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ പാടില്ല. ഓല് യഹൂദിയോ മുശ്രിക്കോ ആരാന്ന് വിധി കൽപ്പിക്കേണ്ട ഒരധികാരവും മുജാഹിദീങ്ങൾക്കില്ല. ഓലാരായിക്കോട്ടെ, ഓല് അബദ്ധം പറഞ്ഞ് അത് സ്വീകരിക്കരുത് എന്നതാണ് മുജാഹിദുകളുടെ കടമ. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഈ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒതു എടുത്താൽ ഭാര്യൻ തൊട്ട ഒതു മുറിഞ്ഞു പോകുന്ന അയാള് പഠിച്ച്, അത് ഒരൊറ്റ മുസ്ലിങ്ങളും അത് അംഗീകരിക്കില്ല. പറയാൻ പറ്റും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മുസ്ലിം അത് അംഗീകരിക്കുന്നുണ്ട്? ഇമാം റഹാസി എന്ന് പറഞ്ഞാൽ അത്ര പഠിച്ച ആരെയും വേറെ ഒരാളെ കാണിച്ചിരുങ്ങൾ ഇല്ലല്ലോ. അത്രയും വലിയ പണ്ഡിതനാ, അതിലും വലിയൊരു പണ്ഡിതനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. പക്ഷെ അയാൾ അബദ്ധം, അയാൾക്ക് അറിഞ്ഞുകൂടാത്ത അയാൾ വിചാരിച്ച് ഭാര്യൻ തൊട്ട ഒന്ന് മുറിയും. അത് മുസ്ലിം ലോകം അംഗീകരിക്കുന്നില്ലല്ലോ കമറു. അതുകൊണ്ട് ഇമാമിങ്ങളെ പേര് പറഞ്ഞ് പേടിപ്പിക്കരുത് നിങ്ങൾ കേട്ടോ. പുതുമയുള്ളത് പുതുമയോടെ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ. മീഡിയ.